ഈ ഒരു 16 വയസ്സിൽ ട്രേഡിങ്ങിലേക്ക് വരിക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട് നന്നായിട്ട് വേണം അല്ലേ? അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ അതെ ഫാമിലി? ഉണ്ടായിരുന്നു. എനിക്ക് ഉപ്പാക്ക് ട്രാവൽ ഏജൻസിയാണ്. ഉപ്പാക്ക് ഓൾറെഡി ബിസിനസ്സും കാര്യങ്ങളുള്ളതാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ബിസിനസ്സിൽ പറയുന്ന പോലെ ഉപ്പാടെ കൂടെയൊക്കെ ആയിട്ട് ഇൻവോൾവ്ഡ് ആയിരുന്നു. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഉപ്പാൻ്റെ ഷോപ്പിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ട്രേഡിങ്ങിലോട്ടും വന്ന് ചേർന്നിട്ടുള്ളത്. അതിപ്പോൾ ഓരോ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു. അതിൽ നമുക്കൊരു ഇത് കിട്ടിയത് ട്രേഡിങ്ങിലാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളത് പിന്നീട് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പാടെ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങാനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉപ്പ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു 2014 16 വയസ്സിലൊക്കെ അങ്ങനെ ഒരു ട്രേഡിങ്ങിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ സ്റ്റഡീസിനെ കുറിച്ച് എന്തായാലും ഫാമിലി. 16 വയസ്സിൽ ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ ആക്ച്വലി എന്നെ അതിന് വേണ്ടി പ്രാപ്തനാക്കിയിരുന്നു എന്ന് പറയണം. കാരണം ഉപ്പാടെ സൈഡിൽ നിന്നാണെങ്കിലും ഞാൻ ഏകദേശം 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു 2014 ആയിരിക്കും നമ്മളൊരു സ്ഥാപനം തന്നെ നേരിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉപ്പാടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു ഷോപ്പ് നമ്മൾ നേരിട്ട് തുടങ്ങി അതിൽ സ്റ്റാഫിനെ വെച്ചിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അന്ന് തന്നെ ഒരു ബിസിനസ് ആക്കണം എന്നുള്ള രീതിയിലേക്ക് ഉപ്പ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സപ്പോർട്ട് ഉപ്പാൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് നമ്മൾക്ക് പിന്നീട് ഇതിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടായതും. അപ്പോൾ 16 വയസ്സിലേക്ക് ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അവിടെ നിന്നൊക്കെ കേട്ടറിയുന്നുണ്ട്. പിന്നെ നമുക്കിത് എന്തുകൊണ്ട് ചെയ്ത് നോക്കിക്കൂടാ എന്നുള്ളൊരു ഇതിലാണ് 16ാമത്തെ വയസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 16 വയസ്സിലാണ് ട്രേഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 18 വയസ്സാവണം, ബാങ്ക് അക്കൗണ്ട് വേണം, കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്നാണെങ്കിലും ഉപ്പാടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനും സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അതെ, തീർച്ചയായിട്ടും ആ ഒരു ഏജ് തന്നെയാണ് ഹൈലൈറ്റ്. അതായത് 16 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 21ലായപ്പോഴേക്കും ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുന്നതാണ് ഒരിക്കലും എളുപ്പമല്ല. കാരണം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്തായാലും ഒരുപാട് പേര് ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മിഡ് ഏജിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതിലേക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഷിബിലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21st ഏജ് വരെ എത്തിച്ച് അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷണൽ ആയിട്ട് മാറിയത് എങ്ങനെയാണ്? ട്രേഡിങ്ങിൽ ആക്ച്വലി എനിക്ക് പ്രൊഫഷണൽ എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം പ്രോഫിറ്റബിൾ എന്ന് വിളിക്കുന്നത് പറയാനാണ്. കാരണം ട്രേഡിങ്ങിൽ ആക്ച്വലി പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 100% സ്റ്റേജ് അല്ല. അപ്പോൾ നമുക്ക് ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഓക്കെ എല്ലാം ആ ഒരു സ്റ്റേജ് ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആ ഒരു പ്രൊഫഷനിലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റും. പക്ഷേ ട്രേഡിങ്ങിൽ അങ്ങനെയല്ല. ആക്ച്വലി ട്രേഡിങ്ങിൽ എപ്പോഴും കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ഏതൊരാൾ ഇപ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അവരെപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അവർക്ക് മാർക്കറ്റിൽ ലൈവായിട്ടിരിക്കാൻ പറ്റുക, മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക. അതല്ല അവർ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയി എന്നുള്ള പേരിൽ എല്ലാ കാലവും അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ലോക്കൽ ബിസിനസ്സസ് ട്രഡീഷണൽ മാർക്കറ്റ്സിലോട്ടൊക്കെ നോക്കുമ്പോഴുള്ള മാറ്റങ്ങൾ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലൊക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും നമ്മളൊരു ലേണിംഗ് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു കൺസിസ്റ്റൻസി, അവിടെയാണ് അതിൻ്റെ പോയിന്റ് വരുന്നത്. ആ കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുക. സോ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ വല്ല പ്രൊഫഷണൽ തിരിച്ചെടുത്തിരിക്കുന്നു. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. കാരണം പ്രൊഫഷണൽ അല്ല ഇതിൽ നമുക്ക് മുഖ്യമായിട്ടുള്ളത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് ഒരു ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്, പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ. ഓക്കെ, ഒറ്റ വാക്കിൽ ഇപ്പോൾ സന്ദേശം മൂവിലൊക്കെ പറയുന്നത് പോലെ സിമ്പിളായിട്ടൊന്ന് പറയാൻ പറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രേഡിംഗ്? ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻ ഡെഫിനിഷൻ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലോ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലോ അല്ല ട്രേഡ് ചെയ്യുന്നത്. ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഒരു ട്രേഡ് ചെയ്തു. അത് അവിടെ ഒരു ബയ്യറും സെല്ലറും വന്നു. നമ്മളൊരു എന്തോ ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്തു, അതിനൊരു വാല്യൂ നമ്മൾ കൊടുത്തു, അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു. ഒരു സെല്ലറും ബയ്യറും തമ്മിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്കൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റും. അതാണ് ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി മേടിക്കുന്നതിനും മീൻ മേടിക്കുന്നതിനൊക്കെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകളാണ് ട്രേഡ് ചെയ്യുന്നതാണ്, അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനികളായിരുന്നു. അവർ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് പ്രോസസ് ത്രൂ മാർക്കറ്റിൽ വന്ന് ലിസ്റ്റഡായി
ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനും ഒക്കെ ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇത്തരം പ്രൊഡക്റ്റുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റുക. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അതൊരു ട്രേഡിംഗ് തന്നെയാണ്. അതിനപ്പുറം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബയറും അല്ലെങ്കിൽ സെല്ലറും ഒരു പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഷെയറുകളാണ് നമ്മളവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല അല്ലാത്ത പ്രൊഡക്റ്റുകളും ഉണ്ട്, മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലും ഡിഫറെൻറ്റ് പ്രൊഡക്ട്സുകളുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങുന്നത് വിൽക്കുന്നതിനനുസരിച്ച് അത് ഓരോന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇക്വിറ്റീസിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലുമാണ്. ഇക്വിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകളും കാര്യങ്ങളും വാങ്ങുക വിൽക്കുക, പ്രോഫിറ്റ് വരുന്ന ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് ഓരോ മെത്തേഡ്സ് അനുസരിച്ച്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ കോൺട്രാക്റ്റുകളുണ്ട്. ഓരോ കോൺട്രാക്ട്സുകൾ പ്രൈസ് കോൺട്രാക്റ്റുകൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. ആ രീതിയിലുള്ള ട്രേഡിങ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഓരോ മെത്തേഡാണ് നമ്മൾ ഏത് മെത്തേഡാണ് നമ്മൾ കൂടുതൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ആ മെത്തേഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത്. കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ഞാൻ ചിലത് അറിയാവുന്നത് എനിക്കറിയാവുന്ന ചില ടേംസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഡിമാറ്റ് അക്കൗണ്ട്, പിന്നെ ഫോറെക്സ്, അങ്ങനെയുള്ള ചില ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടേംസിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു കടൽ പോലത്തെ ഒരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്ന ABCD എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ABCD എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ ആ ABCD അബൌട്ട് ട്രേഡിംഗ് എന്താണ് പറയാനുണ്ടാവുക? ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതാണ് ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് എന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, ആൾക്കാർ വാങ്ങുന്ന ആൾക്കാരുണ്ട്, വിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഇവരൊക്കെ വാങ്ങുന്നത് വിൽക്കുന്ന എന്നുള്ള പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ പ്രൊഡക്റ്റ് എന്താണ് ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രൈസ് കോൺട്രാക്റ്റുകൾ, കമ്മോഡിറ്റി പ്രൊഡക്റ്റുകൾ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ആൾക്കാർക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും. ഇതിനുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇത് വാങ്ങാനും വിൽക്കാനൊക്കെ ഒരു സ്ഥലം വേണം, ഒരു എക്സ്ചേഞ്ച് വേണം. ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എക്സ്ചേഞ്ചുകൾ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ ഒട്ടനവധി എക്സ്ചേഞ്ചുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ആണ് BSE and NSE. അതിൻ്റെ ഇൻഡൈസസ് ആണ് നിഫ്റ്റി, സെൻസെക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ടേംസ്. അതിൽ പിന്നെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ട് ചോദിച്ച കാര്യം എന്ന് പറയുന്നത് ഡിമാറ്റ് അക്കൗണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേൾക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. നമുക്ക് ബാങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ നമുക്ക് ഷെയർസിൽ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ബ്രോക്കേഴ്സ് ത്രൂ ആണ് എന്ത് ചെയ്യാൻ പറ്റുക, ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതും നമ്മൾ അതിൽ ക്യാഷ് വെച്ചിട്ട് നമുക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുന്നതൊക്കെ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ആണ്. പിന്നെ പറഞ്ഞൊരു ടേം ഫോറക്സ്. ഐ തിങ്ക് ഫോറക്സ് എന്ന് പറയുമ്പോൾ ഒരു അനദർ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഫോറക്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസി പെയേഴ്സ്, അതായത് മറ്റുള്ള രാജ്യത്തിൻ്റെയൊക്കെ കറൻസി പെയറുകൾ ട്രേഡ് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് ഫോറക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടോ, പുറത്ത് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ കറൻസി യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറൻസി എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കറൻസി വിറ്റിട്ട് അവിടെ നിന്ന് അവരുടെ കറൻസി എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അപ്പോൾ ഒരു കറൻസിയാണ് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും. ആ ഒരു കറൻസി ട്രാൻസാക്ഷനെയാണ് ഫോറക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു കറൻസി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അയാൾ ഫോറക്സ് ട്രേഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനാണ് നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷനാണ്, ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷനാണ് ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഈ ഒരു ട്രേഡിങ്ങിലൂടെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് ആയാലും ബിറ്റ് കോയിൻ അങ്ങനെയുള്ളതൊക്കെ ഒരു ഡിജിറ്റൽ ആണോ അല്ലെങ്കിൽ വെർച്വൽ മണിയാണോ അത് ഉദ്ദേശിക്കുന്നത്? അത് ആക്ച്വലി ഇപ്പോൾ ഈ ക്രിപ്റ്റോ എന്നൊക്കെ പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി വെർച്വൽ ആണ്. ഓക്കെ, അതിൽ ഫിസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കോപ്പി ചെയ്യാൻ നമുക്കുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും മീൻസ് നമുക്ക് ഫിസിക്കൽ ഹാർഡ്വെയർസിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ഡിജിറ്റൽ അസറ്റ് തന്നെയാണ്. അതിന് നമുക്കൊരു ഫിസിക്കൽ സൈഡ് ഇല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇതിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഷെയർസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിൽ നമുക്കൊരു ഓണർഷിപ്പ് ഉണ്ട്, ഒരു പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഉണ്ട്, ഷെയർ ഹോൾഡിങ്സ് ഉണ്ട്. ആ രീതിയിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു വിർച്വൽ സെറ്റപ്പും അതുപോലെ തന്നെ നമുക്കിവിടെ ഫിസിക്കൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്കിവിടെ അതിനുള്ളൊരു ഓണർഷിപ്പിനുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ബിറ്റ് കോയിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഡിജിറ്റൽ അസറ്റ്, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ അസറ്റാണ്. അത് മാത്രമല്ല
മാത്രമല്ല ഡീസെൻട്രലൈസ്ഡും ആണ്. അതിനൊരു സെൻട്രലൈസ്ഡ് സ്വഭാവമില്ല. അതൊരു ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജീനെ ബേസ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, ടെക്നിക്കൽ ടേംസിലോട്ട് പോകുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി പറയുന്ന ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഷെയർസിനെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നേരത്തെ ഇത് ഫിസിക്കൽ അസറ്റ്സ് ആയിരുന്നു. നമുക്കിപ്പോൾ ഷെയർ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ നമുക്ക് ഫിസിക്കൽ ഷെയർ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പോസ്റ്റൽ വഴി നമുക്കൊരു ഷെയർ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ നടക്കുന്നത് ഫിസിക്കൽ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള.